ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാ കുട്ടികൾക്കും SL ക്ലാസ്സസിലെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ഓരോ കുട്ടികളെയും നമ്മൾ സുസ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാം നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം 100% മാർക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു കോഴ്സും ഇവിടെ അങ്ങോട്ടുള്ള ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യണമെങ്കിൽ, അച്ചീവ് ചെയ്യണമെങ്കിൽ +1ലെയും +2ലെയും മാർക്സിൻ്റെ പെർസെൻറ്റേജിൻ്റെ ബേസിസിലാണ് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ ഈ മാർക്ക് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ മാർക്ക് 100% നേടുക എന്നുള്ള ലക്ഷ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. അപ്പോൾ അതിന് ഗവൺമെൻറ് തന്നെ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച കാര്യം, ഓരോ ചാപ്റ്റേഴ്സിനും ഫോക്കസ് ഏരിയാസ് ഉണ്ട്. ആ ഫോക്കസ് ഏരിയാസ് മാത്രം പഠിക്കണം എന്നുള്ളതല്ല, അത് മാക്സിമം ഫോക്കസ് ചെയ്യാം. അതിൻ്റെ പുറമെ ആ ഫോക്കസ് ഏരിയയിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമ്മളെപ്പോലെയുള്ള ക്ലാസ്സുകൾ ഒന്നും കൂടി നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞുതരും. അപ്പോൾ ഏത് ഫോക്കസ് ഏരിയയിൽ ഏത് ക്വസ്റ്റ്യൻ കൂടുതൽ പഠിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ SL ക്ലാസ്സിൽ ഓരോ കുട്ടികളും, നമ്മുടെ കുട്ടികളാണ് നിങ്ങളൊക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഏത് സബ്ജക്റ്റ് ആവട്ടെ അതിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെയും ഫോക്കസ് ഏരിയ മനസ്സിലാക്കുക. ഫോക്കസ് ഏരിയ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഈസ് ദർ അതും കൂടി പഠിപ്പിച്ചെന്നാൽ നിങ്ങൾക്ക് എന്താ ഇനി പഠിക്കാനുള്ളത്? അല്ലേ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് ഷോർട്ടാക്കി തന്നു, ആ ഷോർട്ടിന് പുറമെ ഫോക്കസ് ഏരിയ തന്നു. ഈ ഫോക്കസ് ഏരിയൻ്റെ പുറമെ ഇപ്പോൾ SL ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അത് വൃത്തിയായിട്ട് പഠിച്ചാൽ 100% എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്കൊരു ബൂസ്റ്റിംഗ് ആണ്, ബൂസ്റ്റിംഗ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാ കുട്ടികളും SL ക്ലാസ് ഓരോ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിപ്പിച്ച ചാപ്റ്റേഴ്സുകളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വീഡിയോസ് പുറകിലുണ്ട്, നിങ്ങൾക്കറിയാം, വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണുക. ഇനി വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഈ ഒരു ഒറ്റ കാര്യം, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +1ലെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും അതുപോലെ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമാണ്. അതിലെ ഫോക്കസ് ഏരിയ അതാണ് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം ആ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള സമയം വളരെ പരിമിതമാണെന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അറിയാം. നിങ്ങൾക്കൊന്നും എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് പല കുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട്. ചില കുട്ടികൾ ഇത് വളരെ എൻജോയ് ചെയ്ത് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ സമയം കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി നമ്മൾ സെൻഡ് ചെയ്യും. അതിനുശേഷം ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ആൻസറും കൂടെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് അതിലിരിക്കുന്നത്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പോർഷനാണ്. ആ സിമ്പിൾ പോർഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് അതും സിമ്പിളായിരിക്കണം അല്ലേ? പ്രത്യേകിച്ച് നമ്മളെല്ലാം പഠിച്ച കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/2 മാർക്ക് വീതമാണ്. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യനിൽ എയും ബിയും ഉണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരിയിങ് 1 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രേവിയാർഡ് ഓഫ് RBC. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം, RBC അല്ലെങ്കിൽ എരിത്രോസൈറ്റ് ബോൺ മാരോയിൽ നിന്ന് ഫോം ചെയ്യുന്ന എരിത്രോസൈറ്റിൻ്റെ ഗ്രേവിയാർഡ് ആരാണ്? ഗ്രേവിയാർഡ് എന്ന് പറഞ്ഞാൽ ശ്മശാനം. ഈ RBCയുടെ ലൈഫ് സ്പാൻ 120 ഡേയ്സ് ആണ്. 120 ഡേയ്സ് കഴിഞ്ഞാൽ RBC റപ്ചർ ആവുകയും ഈ റപ്ചറായ RBCയെ ഗ്രേവിയാർഡ് ചെയ്യപ്പെടുന്ന സ്ഥലം മനുഷ്യ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ലിംഫൈറ്റിക് ഓർഗനായ സ്പ്ലീനിലാണ്. അപ്പോൾ ഗ്രാവിയാർഡ് ഓഫ് RBC ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം സ്പ്ലീൻ. അതുപോലെ RBCയുടെ ലൈഫ് സ്പാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം 120 ഡേയ്സ് ആണ്. അത് ഫോം ചെയ്യുന്നത് ബോൺ മാരോയിൽ നിന്നാണ്. സോ എരിത്രോപോയിസിസ് ഒക്കെ ഫ്രം ബോൺ മാരോ. ദിസ് ഇസ് വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഗ്രേവിയാർഡ് ഓഫ് RBC ഈസ് സ്പ്ലീൻ. ഇനി അതിൽ തന്നെ ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ഓപ്ഷൻ, യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ്. യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ആണ്, ആരുടെയും സ്വീകരിക്കാൻ പറ്റുന്ന, ആരുടെയും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AB ഗ്രൂപ്പാണ് ആരുടെയും സ്വീകരിക്കാൻ പറ്റുന്ന ബ്ലഡ് ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ O ആണ്.
കാരണം ഓയിൽ ആൻറ്റിജൻ ഇല്ല, ആൻറ്റിബോഡിയേ ഉള്ളൂ. എ ബിയിൽ ആൻറ്റിബോഡി ഇല്ല, ആൻറ്റിബോഡി എയും ബിയും ഇല്ല, പക്ഷെ ആൻറ്റിജൻ എയും ബിയും പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സൽ ഡോണർ ഒ ഗ്രൂപ്പും യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എ ബി ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇതിലെ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ ബി ഗ്രൂപ്പ്. അപ്പോൾ രണ്ടാമത്തെ, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ബി ഓപ്ഷൻ ഈസ് ആൾസോ ദർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലബ് സൗണ്ട് ഈസ് ഡ്യൂ ടു, ലബ് സൗണ്ട് എ ഓപ്ഷനാണ്. ബിയിൽ ഡബ് സൗണ്ട് ഈസ് ഈക്വൽ ടു. അപ്പം ലബും ഡബുമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ലബും ഡബും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ലബ് എന്താണ് ഡബ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം ഇല്ലേ? എന്താണ് ലബ് എന്താണ് ഡബ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ലബ് സൗണ്ട് എന്നതാണ് ലബ്. രണ്ടാമത്തത് ഡബ് സൗണ്ടാണ്. ലബ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ നമ്മളിങ്ങനെ സ്റ്റെതസ്കോപ്പോ കൈ വെച്ച് നോക്കുമ്പോൾ ലബ് ഡബ് ലബ് ഡബ് ലബ് ഡബ് എന്ന് പറയും. ലബ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്രിയം കോൺട്രാക്ട് ചെയ്ത് ബ്ലഡ് താഴെ വെൻട്രിക്കിലേക്ക് വരും. ഈ വെൻട്രിക്കിൾ ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോൾ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്കും സിസ്റ്റമിക് ആർട്ടറി വഴി സെൽസിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ട്രൈക്കസ്പിഡ് വാൾവും ബൈക്കസ്പിഡ് വാൾവും ഒരുമിച്ച് ക്ലോസ് ആവും. ഡ്യൂറിങ് വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ സമയത്ത്, ഇതാണ് നമ്മുടെ ഹാർട്ട് എങ്കിൽ ഹാർട്ടിൻ്റെ ഇവിടെയും നിങ്ങൾക്ക് രണ്ട് വാൾവുകളുണ്ട് ഇല്ലേ? ലെഫ്റ്റ് സൈഡിലും വാൾവുണ്ട്, ഇവിടെ ട്രൈക്കസ്പിഡ് വാൾവ്, ഇവിടെ ബൈക്കസ്പിഡ് വാൾവ്. ഈ രണ്ട് വെൻട്രിക്കിൾ ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും, ഈ രണ്ട് വാൾവും ക്ലോസ് ആവും. ഈ രണ്ട് വാൾവുകൾ ക്ലോസ് ആവുന്ന സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലബ് സൗണ്ട്. സോ ക്ലോസിംഗ് ഓഫ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്, ദാറ്റ് സൗണ്ട് ഈസ് കോൾഡ് ആസ് ലബ്. ദെൻ ഡബ് സൗണ്ട് എന്ന് പറഞ്ഞാലോ, ഇവിടെ അങ്ങോട്ട് ബ്ലഡ് പമ്പ് ചെയ്തതിന് ശേഷം ആ പോയ ബ്ലഡ് റിട്ടേൺ വരരുത്, ബാക്ക് ഫ്ലോ വരരുത്. ഈ ബാക്ക് ഫ്ലോ വരാതിരിക്കാൻ വേണ്ടി ഇവിടെയുള്ള സെമി ലൂണാർ വാൾവ് ഉണ്ട്. ഈ സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഡബ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈക്കസ്പിഡ് വാൾവും ബൈക്കസ്പിഡ് വാൾവും അടയുന്നത് ലബും, സെമി ലൂണാർ വാൾവ് അടയുന്നത് ഡബും. ഈ രണ്ട് സൗണ്ടാണ് ലബ് ഡബ് സൗണ്ട്. ഓക്കെ, ക്ലോസിംഗ് ഓഫ് ട്രൈക്കസ്പിഡ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ്, ദാറ്റ് ഈസ് ലബ്. ക്ലോസിംഗ് ഓഫ് സെമി ലൂണാർ വാൾവ്, ദാറ്റ് ഈസ് ഡബ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലഡ് പ്രഷർ ക്യാൻ ബി ചെക്ക്ഡ് ബൈ ദ ഡിവൈസ്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 mm ഓഫ് HG മെർക്കുറിയിലാണ് നോക്കുക. 120 എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറഞ്ഞാൽ ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ഈ BP ആണ് ഏതൊരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ. പക്ഷേ ഇതിൽ വേരിയേഷൻസ് ഉണ്ടോയെന്ന് അറിയണം. അറിയാൻ വേണ്ടി നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. BP അളക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് സ്പിഗ്മോമാനോമീറ്റർ. Sphygmomanometer is the instrument or device for checking blood pressure. Got it? Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് പ്രഷർ ഈസ്, അതായത് ഒരു മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? ഒരു ഹെൽത്തി പേഴ്സൻ്റെ നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിച്ചത്. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഒരു നോർമൽ മനുഷ്യൻ്റെ ബ്ലഡ് പ്രഷർ 120/80 mm ഓഫ് HG. അതിൽ 120 സിസ്റ്റോളിക് ആണ്, 80 ഡയസ്റ്റോളിക് ആണ്. ഈ 120യുടെയും 80യുടെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് 40. അതിനെ നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ക്വസ്റ്റിനും ആൻസർ നമുക്ക് കിട്ടി അല്ലേ? 3-ലെ എയും ബിക്കും ആൻസർ കിട്ടി. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ദ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ മെംബ്രെയിൻ ഈസ് കോൾഡ്. ഹാർട്ട് കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ്റെ പേര് എന്താണ് എന്നാണ്. ഹാർട്ട് കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ, ഹാർട്ടിനെ ആവരണം ചെയ്തിരിക്കുന്ന ഈ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ഡബിൾ വാൾഡ് മെംബ്രെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രിപ്പിൾ വാൾഡ്. ഈ ഹാർട്ടിനെ കവർ ചെയ്ത മെംബ്രെയിൻ്റെ പേരാണ് കാർഡിയം.
കാർഡിയം എന്ന് പറയും. ഈ കാർഡിയം ഹാർട്ടിൻ്റെ കവറിംഗ് ആണ് കാർഡിയം. ഈ ഹാർട്ടിന് 3 ടൈപ്പ് കവറിംഗ് ഉണ്ട്. ഏറ്റവും പുറമെയുള്ള കവറിങ്ങിനെ നമ്മൾ പെരികാർഡിയം എന്ന് പറയും. രണ്ടാമത്തെ കവറിങ്ങിനെ നമ്മൾ മയോകാർഡിയം എന്ന് പറയും. ഏറ്റവും ഉള്ളിലെ ലെയറിനെ നമ്മൾ എൻഡോകാർഡിയം എന്ന് പറയും. പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. These are the 3 layers of heart. So heart is covered and protected by these 3 layers. Pericardium, myocardium, endocardium. Pericardium, peri എന്ന് പറഞ്ഞാൽ ഔട്ടർ, കാർഡിയം ഹാർട്ട്, ഹാർട്ടിൻ്റെ പുറമെ. മയോകാർഡിയം മസ്കുലാർ ലെയർ, മിഡിൽ ലെയർ, സെൻട്രൽ. എൻഡോകാർഡിയം ഇന്നർമോസ്റ്റ് ലെയർ. അപ്പോൾ ഈ 3 കവറിംഗ് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒറ്റ ലെയറിൻ്റെ പേര് എഴുതാൻ പാടുള്ളൂ. എന്താ ചോദിച്ചത്? ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ മെംബ്രെയിൻ ഈസ് കാൾഡ്. ഹാർട്ട് പ്രൊട്ടക്റ്റഡ് മെംബ്രെയിൻ്റെ പേരെന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ലെയറും എഴുതാൻ കഴിയില്ല. ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റൂ. കാരണം NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒറ്റ ലെയറേ ഉള്ളൂ. ആ ലെയർ പെരികാർഡിയമാണ്. സോ ഹാർട്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് കവേർഡ് ബൈ പെരികാർഡിയം. ഇനി എൻട്രൻസ് എക്സാമിന് ചോദിക്കുകയാണ് ഹാർട്ടിൻ്റെ 3 ലെയേഴ്സ് ഏതൊക്കെ ചോദിച്ചാൽ പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവിങ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിളിലെ ഇൻവോൾവ് ചെയ്ത സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് കാർഡിയാക് സൈക്കിൾ എന്ന് ആദ്യം അറിയണം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനിയും ആ വീഡിയോസ് കാണാത്തവർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. SL ക്ലാസ്സിലെ കുട്ടികൾക്ക് ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എന്താണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാർഡിയാക് സൈക്കിൾ എന്താണ്? നമ്മുടെ ഹാർട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർട്ട് കൂടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന സൈക്കിളാണ് കാർഡിയാക് സൈക്കിൾ. എന്ന് വെച്ചാൽ ഇവിടേക്ക് നോക്കണേ, ഇത് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടിലെ മേലെ 2 ചേംബർ ഏട്രിയം, താഴെയുള്ള ചേംബർ വെൻട്രിക്കിൾ അല്ലേ. അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ 2 ബൈക്കസ്പർ വാൾവ്, ഇവിടെ ട്രൈക്കസ്പർ വാൾവ്. ഇവിടെ പൾമിനറി ആർട്ടറി ഉണ്ട്. എവിടേക്ക് പോകുന്നത്? ലങ്സിലേക്ക് പോകുന്നത്. അതുപോലെ ഇത് സിസ്റ്റമിക് ആർട്ടറിയാണ്. സിസ്റ്റമിക് ആർട്ടറി സെൽസിലേക്ക് പോകുന്നത്. സെല്ലിലേക്ക് ബ്ലഡ് കൊടുത്ത് തിരിച്ചു കൊണ്ടിരുന്നു, ഇവിടേക്ക് കയറ്റുന്നു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ റെഡ് കളർ കൊണ്ട് കൊടുത്തേ. ഓക്കെ, ഇതിൻ്റെ പേരെന്തായിരുന്നു? സിസ്റ്റമിക് ആർട്ടറി. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ 4 ചേംബർ ഉണ്ട്. ഇതിൻ്റെ പേര് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് പ്യുവർ ബ്ലഡ്, ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് പ്യുവർ ബ്ലഡ് സിസ്റ്റമിക് ആർട്ടറി വഴി ഇങ്ങനെ പോയിട്ട് ആ പ്യുവർ ബ്ലഡിലുള്ള ഓക്സിജൻ സെൽസിലേക്ക് ഡെലിവറി ചെയ്ത് അവിടെയുള്ള ഇംപ്യൂർ ബ്ലഡ് തിരിച്ചു വരും. അപ്പോൾ ഇംപ്യൂർ ബ്ലഡ് ഞാനൊരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. ഇംപ്യൂർ ബ്ലഡ് ക്യാരി ചെയ്ത് ഇങ്ങനെ വന്ന് ഇത് കൂടെ ഇങ്ങനെ വന്ന് എവിടേക്ക് എത്തും? റൈറ്റ് ആർട്ടറിയും. ഈ റൈറ്റ് ആർട്ടറിയിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിലേക്ക് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ഇംപ്യൂർ ബ്ലഡ് പൾമിനറി ആർട്ടറി വഴി ഇങ്ങനെ പോയി ലങ്സിലേക്ക് പോകുന്നു. ലങ്സിലേക്ക് കാർബൺ ഡൈ ഡെലിവറി ചെയ്ത് ആ ലങ്സിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തിയിട്ട് പ്യുവർ ബ്ലഡ് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, പ്യുവർ ബ്ലഡ് ലങ്സിൽ നിന്ന് പൾമിനറി വെയിൻ വഴി ഇങ്ങനെ വന്നിട്ട് എവിടേക്ക് എൻ്റർ ചെയ്യുന്നു? ലെഫ്റ്റ് ആർട്ടറിയും. ഈ ലെഫ്റ്റ് ആർട്ടറിയിൽ നിന്ന് പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിലേക്ക് വരുന്നു. വീണ്ടും അത് സിസ്റ്റമിക് ആർട്ടറി വഴി ഇങ്ങനെ. ഇതാണ് കാർഡിയാക് സൈക്കിൾ. 32 സെക്കൻഡോടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് കാർഡിയാക് സൈക്കിൾ. ഈ കാർഡിയാക് സൈക്കിളിൽ ലങ്സുമായി ബന്ധമുള്ള ഒരു സർക്കുലേഷൻ ഉണ്ട്, സെൽസുമായി ബന്ധമുള്ള സർക്കുലേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ലങ്സുമായി ബന്ധമുള്ള ഈ സർക്കുലേഷനെ നമ്മൾ പൾമിനറി സർക്കുലേഷൻ എന്ന് പറയും. പൾമിനറി സർക്കുലേഷൻ. സെൽസുമായി ബന്ധമുള്ള ഈ സർക്കുലേഷനെ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ സിസ്റ്റമിക് സർക്കുലേഷനും പൾമിനറി സർക്കുലേഷനും രണ്ടും കൂടെ കൂട്ടിയാൽ ഡബിൾ ആയി അല്ലേ. ഈ ഡബിൾ സർക്കുലേഷനാണ് കാർഡിയാക് സൈക്കിൾ. ഈ ഡബിൾ സർക്കുലേഷനാണ് കാർഡിയാക് സൈക്കിൾ. ഈ കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 0.8 സെക്കൻഡാണ് നമ്മുടെ ഹാർട്ടിന് ആവശ്യം. 0.8 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ 70 ml. 0.8 സെക്കൻഡ് കൊണ്ട്, അതായത് ഒറ്റ സൈക്കിളിൽ ഹാർട്ടിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന അളവാണ്. അതായത് ഹാർട്ട് അല്ലെങ്കിൽ വെൻട്രിക്കിൾസ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന അളവാണ്. ഒരു സൈക്കിളിൽ നമ്മുടെ വെൻട്രിക്കിൾസ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന അളവാണ് സ്ട്രോക്ക് വോളിയം, അതായത് കാർഡിയാക് സൈക്കിളിൽ ഉപയോഗിക്കുന്ന വോളിയം. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ സ്റ്റെപ്സ്, കാർഡിയാക് സൈക്കിളിലെ സ്റ്റെപ്സ്. കാർഡിയാക് സൈക്കിളിൽ 2 പ്രോസസ്സാണ് മെയിനായിട്ട്. ഒന്ന് പൾമിനറി സർക്കുലേഷനും രണ്ടാമത്തത് സിസ്റ്റമിക് സർക്കുലേഷനും. പൾമിനറിയും സിസ്റ്റമിക്കും കൂടിയ ഡബിൾ സർക്കുലേഷനായി, ദാറ്റ് ഈസ് കാർഡിയാക് സൈക്കിൾ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. പൾമിനറി ആർട്ടറി ലങ്സിലേക്ക് പോകുന്ന ആർട്ടറിയാണ്. ലങ്സിലേക്ക് പോകുന്ന ആർട്ടറി എന്ത് ബ്ലഡാണ് കൊണ്ട്? ഇംപ്യൂർ ബ്ലഡാണ്. ഈ ഇംപ്യൂർ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തിയിട്ട് പ്യൂർ ബ്ലഡ് ആയിട്ട് എവിടേക്കുന്നു? പൾമിനറി വെയിൻ വഴി എവിടേക്ക്? ലെഫ്റ്റ് ആർട്ടറിയം. ലെഫ്റ്റ് ആർട്ടറിയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ സിസ്റ്റമിക് ആർട്ടറി വഴി സെൽസിലേക്ക്, അവിടെയും ഗ്യാസ് എക്സ്ചേഞ്ച് നടത്തിയിട്ട് അവിടെയുള്ള ഇംപ്യൂർ ബ്ലഡ്
സിസ്റ്റമിക് വെയിൻ വഴി ഇങ്ങനെ വന്നിട്ട് എവിടേക്ക് വരും? റൈറ്റ് ഏട്രിയം. റൈറ്റ് അടുത്ത് താഴേക്ക് വരുന്നു, അതായത് റൈറ്റ് വെൻട്രിക്കിലേക്ക് വരുന്നു. റൈറ്റ് വെൻട്രിക്കിൾ വഴി വീണ്ടും പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക്. ഓക്കെ, വളരെ സിമ്പിളായ ടോപ്പിക്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്. അത് പറയുമ്പോൾ തന്നെ ഒരുപാട് പറയാനുള്ള സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ അടിച്ചു പൊളിച്ചേനെ. ഭയങ്കര രസം, ത്രില്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആ കഴിഞ്ഞു. 6. എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ, എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ബി നോക്കാം. ഹൗ ഇറ്റ് ക്യാൻ ബി പ്രിവെൻറ്റഡ് മദർ ഡ്യൂറിങ് സബ്സിക്വൻറ്റ് ഡെലിവറി എന്നുള്ളതാണ്. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നോക്കാം. നമുക്ക് ഒരുമിച്ച് നോക്കാം. നിങ്ങളും ഞങ്ങളൊക്കെ അല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്താണെന്ന് പഠിക്കാം. ആദ്യം ആ ഹെഡിങ് ഞാൻ എഴുതാൻ പോവാണ്. ഇവിടെ എറിത്രോ ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ആദ്യം എറിത്രോ എന്ന് പറഞ്ഞാൽ RBC ആണ്. എറിത്രോ എന്ന് പറഞ്ഞാൽ RBC ആണ്. ബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ റപ്ചർ എന്ന് പറഞ്ഞാൽ നശിക്കുക, പൊട്ടുക. നശിക്കുക അല്ലെങ്കിൽ പൊട്ടുക, എനിക്കറിയാം അല്ലേ? ബ്ലാസ്റ്റ്, ബോംബ് പൊട്ടുക. കേരള ബ്ലാസ്റ്റേഴ്സ്, കേരളം പൊട്ടുക. ആ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റപ്ചർ. ഫീറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഫീറ്റസ്. സോ ശ്രദ്ധിക്കണം, ഈ വാക്കുകളുടെ മുഴുവൻ അർത്ഥം ഫീറ്റസിൻ്റെ RBC റപ്ചറായി പോവാം. ഫീറ്റസിൻ്റെ RBC റപ്ചറായി പോവാം. ഫീറ്റസിൻ്റെ RBC റപ്ചറായി പോയാൽ സിവിയർ ആയിട്ടുള്ള അനീമിയ ആ ഫീറ്റസിന് ഒക്കറിയും. RBC ഇങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ ആ RBC കഴിഞ്ഞാൽ പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയില്ല. ഹീമോഗ്ലോബിൻ പറഞ്ഞാൽ അനീമിയാവും. അങ്ങനെ ആ ഫീറ്റസിന് അനീമിയയും അതുപോലെ തന്നെ ജോണ്ടിസ് എന്നാൽ മഞ്ഞപ്പിത്തം. അനീമിയയും ജോണ്ടിസും ഉണ്ടോ ഇങ്ങനത്തെ കുട്ടികൾക്ക്? അങ്ങനെ ഉണ്ടായിട്ട് ചിലപ്പോൾ അത് മരണത്തിലേക്ക് പോകുന്നൊരു അസുഖമുണ്ട്. അനീമിയയും ജോണ്ടിസും കാരണം മരണത്തിലേക്ക് വരെ പോകുന്നൊരു അസുഖമുണ്ട്. ഈ അസുഖത്തെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. So erythroblastosis fetalis is the disease occurring in the fetus. The fetus suffering the rupture of RBC leads to severe anemia and jaundice may be caused. ഇനി എന്തുകൊണ്ടാണ് ഈ അസുഖം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്? നമ്മുടെ നാട്ടിലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ അസുഖം വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്? RH നെഗറ്റീവായ ഒരു അമ്മ, RH പോസിറ്റീവായ ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് ഏതാണ്? RH പോസിറ്റീവ്. അപ്പോൾ കുഞ്ഞിൽ RH ആൻറ്റിജൻ ഉണ്ട്, അമ്മയിൽ RH ആൻറ്റിജൻ ഇല്ല. ഇനി അവരുടെ ഇടയിൽ എന്തുണ്ട്? ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് പ്ലാസൻറ്റ. ഇനി ഈ അമ്മ സമ്പൂർണ്ണമായി ഗർഭം കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? 280 ദിവസമോ, ദാറ്റ് ഈസ് എ ജസ്റ്റേഷണൽ പീരീഡ്, 280 ഡേയ്സ്. 9 മാസവും 10 ദിവസം കഴിയുമ്പോൾ ഈ ഫീറ്റസ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആവുകയും ഈ പ്ലാസൻറ്റ റപ്ചർ ആക്കിയിട്ട് കുട്ടി പുറത്തേക്ക് വരികയും ചെയ്യും. ഈ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ഈ കുട്ടിയുടെ ആൻറ്റിജൻ, RH ആൻറ്റിജൻ അമ്മയിലേക്ക് പോവുകയും അമ്മ എന്ത് ചെയ്യുന്നു? അതിനെതിരെ ഒരു ആൻറ്റിബോഡി ഫോം ചെയ്യിക്കും. പക്ഷേ ഈ ആൻറ്റിബോഡി ഈ ഫീറ്റസിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല, കാരണം കുട്ടി പോയി കഴിഞ്ഞു. ഇനി അമ്മ സബ്സിക്വൻ്റ് വീണ്ടും ഗർഭിണിയായി കഴിഞ്ഞാൽ 2ാമത്തെ ഗർഭത്തിൽ ഈ അമ്മയുടെ ഉള്ളിലുള്ള ഈ കുഞ്ഞുവാവയിലേക്ക് ഈ ആൻറ്റിബോഡി പോവുകയും ഈ ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ RBC റപ്ചറാക്കുകയും ചെയ്യുന്ന അസുഖമാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ RH നെഗറ്റീവായ പെൺകുട്ടിയാണോ, RH നെഗറ്റീവായ അമ്മയാണോ ഒരു പ്രസവം കഴിഞ്ഞ് 2ാമത്തെ പ്രസവത്തിൽ ഈ പ്രശ്നം സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, അത് അമ്മ നെഗറ്റീവും കുട്ടി പോസിറ്റീവ് ആണെങ്കിൽ മാത്രം, അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ വെൽ ഡെവലപ്ഡ് ആയ ആളുകൾ നയിക്കുന്നൊരു ഓർഗനൈസേഷനാണ്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ വളർന്ന് വന്നിട്ട് തന്നെയാണ് അത്രയും വലിയൊരു ഓർഗനൈസേഷൻ ഇന്ന് ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ വേൾഡുകളിലൊക്കെ നിൽക്കുന്നത് അല്ലേ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്താ മോശമാണോ? അല്ല. സ്റ്റേറ്റിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മോശമാണോ? അല്ല. ഈ കൊറോണ അങ്ങനെയൊക്കെ പിടിച്ച് കിട്ടുന്നില്ലേ നമ്മൾ? അപ്പോൾ നിങ്ങളെപ്പോലെ കുട്ടികൾ ഡെവലപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നിൽക്കുന്നത്. അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത ഒരു മരുന്നുണ്ട് ഇതിനെതിരെ. ആ മരുന്നിൻ്റെ പേരാണ് ആൻറ്റി-RH ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ. ഒരു ഡെലിവറി കഴിഞ്ഞ് ആ അമ്മക്ക് ആൻറ്റി-RH ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അമ്മക്ക് 2ാമത്തെ കുഞ്ഞിലൊരു പ്രശ്നവും ഉണ്ടാവില്ല. That is a treatment. It should be prevented this way. ഇങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം.
ഇതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പം നെഗറ്റീവായ അമ്മമാർ, നെഗറ്റീവായ പെൺകുട്ടികൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. അയ്യോ എനിക്കൊരു കുഞ്ഞിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള സങ്കടം വേണ്ട. നിങ്ങൾക്ക് കുഞ്ഞു എന്ന് പ്രസവിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. നെയിം എനി 2 വാൾവ്സ് ഇൻ ദി ഹാർട്ട് ഓൺ റൈറ്റ് ഡൗൺ ദെയർ ഫങ്ഷൻ. ഹാർട്ടിലുള്ള 2 വാൾവിൻ്റെ പേര് ഏതാണ്? ഹാർട്ടിനുള്ള വാൾവ് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഈ സൈഡിൽ ഹാർട്ടിൻ്റെ ഈ സൈഡിൽ കാണുന്ന, അതായത് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ ഇങ്ങനെ നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈ സൈഡ് റൈറ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വാൾവിൻ്റെ പേര് ഏതാണ്? ബൈക്കസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ്. പിന്നെ ഇവിടെ കാണുന്ന വാൾവിൻ്റെ പേരാണ് ട്രൈക്കസ്പിഡ് വാൾവ്. അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ട് ഒരു വാൾവായി സങ്കല്പിച്ചാൽ രണ്ടാമത്തെ വാൾവാണ് സെമി ലൂണാർ വാൾവ്. എന്തിനാണ് വാൾവ്? ഈ വാൾവ് ഇവിടെ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ വാൾവ് ഇവിടെ ഇല്ലെങ്കിൽ ഈ വെൻട്രിക്കിൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഏട്രിയത്തിലേക്ക് തന്നെ പോകും. അപ്പോൾ കാർഡിയാക് സൈക്കിള് വളരെ കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാൾവ് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനുമായിട്ട് നമ്മുടെ ദൈവം തന്ന വാൾവുകളാണ് ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും ആസ് വെൽ ആസ് സെമി ലൂണാർ വാൾവ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 8. Make the flow chart showing cardiac impulse conduction using suitable term given in the bracket. ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ടേംസ് വെച്ചുകൊണ്ട് അത് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതണം. അത് കാർഡിയാക് സൈക്കിളിൻ്റെ ഒരു ഓർഡറാണ്. അപ്പോൾ കാർഡിയാക് സൈക്കിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനാണ്. അപ്പോൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അത് അറിയുന്നവർക്കറിയാം, അല്ലാത്തവരൊന്നും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ അല്ലേ, ഈ വാൾവ് പിന്നെ ചേംബർ ഏതാണെന്ന് അറിയാം. ഏതാണ്? റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ്. ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെ മേലെ ഒരു നോഡുണ്ട്, അതിൻ്റെ പേരാണ് SA നോഡ്. താഴെ ഒരു നോഡുണ്ട്, AV നോഡ്. ഈ SA നോഡ് ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അതായത് SA നോഡ് കറണ്ട് ജനറേറ്റ് ചെയ്യും. എന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് SA നോഡ്. ഈ SA നോഡ് ഉപയോഗിക്കുന്ന കറണ്ട്, SA നോഡ് ക്രിയേറ്റ് ചെയ്ത ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഏട്രിയം കോൺട്രാക്ട് ചെയ്യും. ഈ 2 ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബ്ലഡ് താഴേക്ക് വരും. ഓക്കെ, അതിനുശേഷം SA നോഡ് ആ കറണ്ട് ഉണ്ടാക്കിയ ഇമ്പൾസ് AV നോഡിന് കൊടുക്കും. AV നോഡ് അത് എന്ത് ചെയ്യുന്നു? അത് നമ്മുടെ ബണ്ടിൽ ഓഫ് ഇസിനും അതുപോലെ തന്നെ പർക്കിൻസൺ ഫൈബേഴ്സിൻ്റെ ഇവിടെയുള്ള പർക്കിൻസൺ ഫൈബേഴ്സ് അതിനും കൊടുക്കും. അങ്ങനെ വെൻട്രിക്കിൾസിലേക്ക് കറണ്ട് എത്തും. പിന്നെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. അതോടുകൂടി ഈ വാൾവ് അടയുന്നു. ഈ ബ്ലഡ് അങ്ങോട്ടും ഈ ബ്ലഡ് ഇങ്ങോട്ടും പോകും. ഓക്കെ, അങ്ങനെയാണ് ഹാർട്ട് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം കറണ്ട് ഉണ്ടാക്കിയത് ആരാ? ആദ്യം ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്ത ആരാ? SA നോഡാണ്. അതുകൊണ്ട് നമ്മൾ സീക്വൻസ് പറയുമ്പോൾ ആദ്യം ആരെ പറയണം? SA നോഡ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിച്ചു? SA നോഡ് കറണ്ട് ഉണ്ടാക്കി ഏട്രിയം കോൺട്രാക്ട് ചെയ്തു. അപ്പോൾ ഏട്രിയം കോൺട്രാക്ട് ഷോർട്ടാക്കി എഴുതിയാണ് ഏട്രിയം കോൺട്രാക്ട് ചെയ്തു. ഏട്രിയം കോൺട്രാക്ട് ചെയ്തതിനു ശേഷം അതിന് ബാക്കിയുള്ള കറണ്ട് AV നോഡിന് കൊടുക്കും അല്ലേ. AV നോഡിന് കറണ്ട് കൊടുത്തു. AV നോഡ് അതെന്ത് ചെയ്യുന്നു? ബണ്ടിൽ ഓഫ് ഇസിനും ബണ്ടിൽ ഓഫ് ഹിസിന് അതുപോലെ തന്നെ പർക്കിൻസൺ ഫൈബേഴ്സിനും കൊടുക്കും. ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിൻസേ ഫൈബേഴ്സിന് കൊടുക്കും. പർക്കിൻസൺ ഫൈബേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യും. ഇതാണ് കറക്റ്റ് ഓർഡർ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താണ്? സീക്വൻഷ്യൽ ഓർഡറിലല്ല. ആണോ? അല്ല. SA നോഡിന് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഏട്രിയം എന്നാണ് കൊടുത്തത്. SA നോഡ് കഴിഞ്ഞു. പിന്നെ ഏതാണ്? ഏട്രിയൽ കോൺട്രാക്ഷൻ അല്ലേ. ഏട്രിയൽ കോൺട്രാക്ഷൻ AV നോഡ് ബണ്ടിൽ ഓഫ് ഇസ് വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ പിന്നെ എന്താ പറഞ്ഞത്? കോൺട്രാക്ഷൻ. അപ്പോൾ ഈ ബ്രാക്കറ്റ് കൊടുത്തത് ഡിസോർഡറിലാണ് അല്ലേ. അപ്പം നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ SA നോഡ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഏട്രിയൽ കോൺട്രാക്ഷൻ കൊടുക്കുക, അത് കഴിഞ്ഞ് AV നോഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് ബണ്ടിൽ ഓഫ് ഇസ് കൊടുക്കുക, അത് കഴിഞ്ഞ് പർക്കിൻസൺ ഫൈബേഴ്സ് കൊടുക്കുക, ലാസ്റ്റ് വൺ വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ. ആ ഒരു ഓർഡറിൽ കൊടുത്താൽ സീക്വൻഷ്യൽ ഓർഡറായി. അത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് 9ാമത്തെ ക്വസ്റ്റ്യനാണ്. നെയിം 2 സർക്കുലേറ്ററി ഡിസോർഡർ ആൻഡ് ദെയർ സിംറ്റം. ഏതെങ്കിലും 2 ഡിസോർഡർ, സർക്കുലേറ്ററി ഡിസോർഡർ പറയാനും അതിൻ്റെ സിംറ്റംസ് എഴുതാനുമാണ്. ഓക്കെ, അതിൽ സിംറ്റംസ് ഉള്ള 2-3 സർക്കുലേറ്ററി ഡിസോർഡർ വേഗം പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കുലേറ്ററി ഡിസോർഡർ അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള 1ാമത്തെ ഒരു അസുഖമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖമാണ്, ഞാൻ പറയാം. ആ അസുഖത്തിൻ്റെ പേരാണ്, നോക്കിക്കോണേ. ഓക്കെ, ആ അസുഖത്തിൻ്റെ പേരാണ് ആൻജൈന പെക്ടോറിസ്.
ആൻജൈന പെക്ടൂരിസ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ചെസ്റ്റ് വാളിൽ വരുന്ന വേദന. പെയിൻ ഓൺ ആൻറ്റീരിയർ ചെസ്റ്റ് വാൾ. നമ്മൾ ആൻറ്റീരിയർ ചെസ്റ്റ് വാളിൽ വേദന വരും. എന്തുകൊണ്ട് ആൻറ്റീരിയർ ചെസ്റ്റ് വാളിൽ വേദന വരുന്നത്? ഈ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് കാർഡിയാക് മസിൽസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാർഡിയാക് മസിലിൽ നിന്നൊരു വേദനയാണ്, ആഞ്ജനേയ എന്നൊക്കെ വിളിച്ചു പോകുന്ന വേദനയാണ്. ആ വേദനയുടെ അസുഖത്തെയാണ് നമ്മൾ ആൻജൈന പെക്ടൂരിസ് എന്ന് പറയാം. സോ ആൻജൈന പെക്ടൂരിസ് ഈസ് ദ disease anterior chest wall having the pain due to lack of oxygen in the blood. ബ്ലഡിൽ ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ടാവുന്ന വേദനയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ സിംറ്റം എന്താണ്? പെയിനാണ്. അതുപോലെ ഗിഡ്നെസ് ഉണ്ടാവും, ടയേർഡ്നെസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് BP ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദീസ് ഇസ് ദ സിംറ്റംസ് ഓഫ് ആൻജൈന പെക്ടൂരിസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഡിസോർഡർ നമ്മൾ പറയുന്നത് ഇഷ്ടമുള്ള ഡിസോർഡർ എടുക്കാം. ഓക്കെ, വേറൊരു ഡിസീസ് ഹാർട്ടുമായി ബന്ധമുള്ള ഏതാണ്? കാർഡിയാക് ഫെയിലിയറാണ്. കാർഡിയാക് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫെയിലിയർ ഓഫ് ഹാർട്ട് ടു പമ്പ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇൻ ടു സെൽസിലേക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക് ഫെയിലിയർ. അപ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ സിംറ്റംസ് എന്താവുക? സെല്ലുകളിൽ സഫിഷ്യൻറ്റ് ബ്ലഡ് വരാത്തതുകൊണ്ട് സെൽ നെക്രോസ്ഡ് ആയി പോകും. ആ സെൽസിലേക്ക് ബ്ലൂയിഷ് അപ്പിയറൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് എ 2 ഡിസോർഡേഴ്സ്. ഒന്ന് കാർഡിയാക് ഫെയിലിയറും രണ്ടാമത്തെ ആൻജൈന പെക്ടൂരിസും. ഓക്കെ, അതുപോലെ ഒരുപാട് ഡിസീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഡിസീസ് ഉണ്ട്. ഓക്കെ, കൊറോണറി ആർട്ടറി ഡിസീസ്, അതും കൂടി പറയാം. കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഈ ട്യൂബിനെയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയാം. ഈ കൊറോണറി ആർട്ടറിയിൽ ഇത് ഫാറ്റും കൊളസ്ട്രോളും ലിപ്പിഡ്സും അടിഞ്ഞു കൂടിയിട്ട് ഈ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കൊളസ്ട്രോളും ഫാറ്റും ഡിപ്പോസിറ്റ് ചെയ്ത് കൊറോണറി ആർട്ടറിയുടെ തിക്നെസ് കൂടുന്നൊരു അസുഖമുണ്ട്. ആ അസുഖത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതീറോസ്ക്ലീറോസിസ്. ദിസ് ഇസ് എ കൊറോണറി ആർട്ടറി ഡിസീസ്. ഈ അതീറോസ്ക്ലീറോസ് കാരണം അറ്റാക്ക് വരെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ആളുകളുണ്ട്. അതീറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാർഡനിങ് ഓഫ് ആർട്ടറി ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ്, കൊളസ്ട്രോൾ, ലിപ്പിഡ്സ് ഇൻ കൊറോണറി ആർട്ടറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡിസീസിലേക്ക് പോവാം, അടുത്ത കാര്യത്തിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 10. Blood coagulation is mechanism to prevent excessive blood loss. Identify the enzyme help the conversion of inactive fibrinogen. Be mentioned the role of thrombokinase. Which iron is necessary for blood clotting എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം കൂടെ ഒറ്റ ആൻസറിൽ പറയാം, ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആൻസറായി. ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ എക്സാമ്പിൾ ഇവിടേക്ക് നോക്കണേ. നമുക്കൊരു മുറിവുണ്ടായി. ഈ മുറിവിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോവുകയാണ്. ഈ മുറിവിൽ നിന്ന് ബ്ലഡ് പോകുന്ന സമയത്ത് മുറിവിൻ്റെ മേലെ ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. മുറിവിൻ്റെ മേലെ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിന് നമ്മൾ ആ നെറ്റ് ഉണ്ടാക്കിയത് അല്ലേ, നിങ്ങൾക്ക് അറിയാം. വീണ് കഴിഞ്ഞാൽ മുറിവുണ്ടാകും, മുറിവിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നെറ്റ് കാണാം. ചില കുട്ടികൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാന്തി നോക്കുമ്പോൾ പിന്നെയും ബ്ലഡ് വരും, പിന്നെയും നെറ്റ് വരും, പിന്നെയും മാന്തി നോക്കും. അങ്ങനത്തെ ഒരു മൊയന്ത സാധനങ്ങളുണ്ട്. മാന്തി നോക്കരുത് കേട്ടോ. നമ്മൾ ചെടി കുഴിച്ച് കഴിഞ്ഞിട്ട് ചെടി കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു, കുറച്ച് നമ്മൾ പൊന്തിച്ച് നോക്കുമോ വേര് വന്നോന്ന്? ഇല്ല. അപ്പോൾ ചില കുട്ടികളുണ്ടെങ്കിൽ ഇടക്കിടക്ക് വരുന്നു നോക്കുമോ? അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ആ നെറ്റ് വരും, മുറിവിൻ്റെ മേലെ നെറ്റ് ലൈക്ക് സ്ട്രക്ചർ വരും. അങ്ങനെ നെറ്റ് ഉണ്ടാക്കിയ എലമെൻ്റ് പേരാണ് ഫൈബ്രിൻ എന്ന് പറയും. ഈ നെറ്റ് ഉണ്ടാക്കിയ എലമെൻ്റ് പേരാണ് ഫൈബ്രിൻ. ഫൈബ്രിൻ കൊണ്ടാണ് നെറ്റ് ഉണ്ടാക്കിയത്. ഫൈബ്രിൻ എവിടുന്നാണ് വന്നത്? ഫൈബ്രിൻ വന്നിരിക്കുന്നത് ഇനാക്റ്റീവ് ഫൈബ്രിനോജനിൽ നിന്നാണ്. സോ ഫൈബ്രിനോജൻ കൺവേർട്ടഡ് ഇൻ ടു ഫൈബ്രിൻ. ഫൈബ്രിനോജനാണ് ഫൈബ്രിനായി മാറിയത്, അപ്പോഴാണ് നെറ്റ് ഉണ്ടായത്. പക്ഷേ ഈ ഫൈബ്രിനോജൻ ഫൈബ്രിൻ ആവണമെങ്കിൽ ആര് വേണം? ഒരു എൻസൈം വേണം. സോ പ്രോത്രോംബിൻ കൺവേർട്ടഡ് ഇൻ ടു ത്രോംബിൻ. പ്രോത്രോംബിൻ ലിവർ ഉണ്ടാക്കിയ ഇനാക്റ്റീവ് എൻസൈമാണ്. ഈ പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു. ത്രോംബിൻ എന്ത് ചെയ്യുന്നു? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. അങ്ങനെ ഫൈബ്രിനാണ് നെറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പ്രോത്രോംബിനെ ത്രോംബിനാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ്. ഈ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞാൽ ഈ ത്രോംബിനേസ് എന്ന് വിളിക്കാറുണ്ട്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈമാണ് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റിയത്. ഈ പ്രോത്രോംബിൻ ത്രോംബിനായി കഴിഞ്ഞാൽ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കും, നെറ്റ് ഫോം ചെയ്യും, ബ്ലഡ് ലോസ് പ്രിവെൻറ്റ് ചെയ്യും. ഇനി ഈ എൻസൈം നമ്മുടെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഈ എൻസൈം അത്ര എസെൻഷ്യൽ ആണെന്ന് മനസ്സിലായി. ഈ എൻസൈം നമ്മുടെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് എലമെൻറ്റ്സ് വേണം. അതിൽ 2 എലമെൻറ്റുകളാണ്. ഒന്ന് കാൽഷ്യവും, രണ്ടാമത്തെ മഗ്നീഷ്യം. അതുപോലെ വൈറ്റമിൻ K ഈസ് ആൾസോ എസെൻഷ്യൽ ഫോർ ദിസ് ഫോർമേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് എസെൻഷ്യൽ ആയ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ K. അതുപോലെ കാൽഷ്യം വേണം, മഗ്നീഷ്യവും വേണം.
ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Diagrammatic representation of standard ECG given below. What does PQRST represent? Mention the clinical significance of ECG. Simple question. എല്ലാവരും പല സിനിമയും കാണാറുണ്ട്. ഈ സിനിമയിലൊക്കെ കാണുന്നതാണ് നിങ്ങളുടെ നായകൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നായകൻ അല്ലെങ്കിൽ നായിക. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായകൻ അല്ലേ, ഇപ്പം സന്തോഷ് പണ്ഡിറ്റ് അല്ലേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആവട്ടെ. ഇഷ്ടപ്പെട്ട നായകന്മാർ ICUയിൽ കിടക്കുന്നൊക്കെ ഫോട്ടോസ് ഉണ്ടാവാറുണ്ട്. ചില സീരിയലിൽ കിടക്കുന്ന അമ്മയും മക്കളും ഒരുമിച്ച് കരയാറുണ്ട്. ഇപ്പോൾ ചാവും എൻ്റെ സൂരജ് ഹഠ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ECG കാണാത്ത ഒരു കുട്ടിയും ഉണ്ടാവില്ല, ഉറപ്പാണ്. ECG ഇങ്ങനെ കാണാം. ഈ ECG നമ്മൾ ഇത് ഗ്രാഫിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലൊക്കെ നോക്കുന്ന സമയത്ത് ECG സാധാരണ പോലെ എങ്ങനെയാണ് അല്ലേ? ECG സാധാരണ പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 അങ്ങോട്ട് അല്ലേ, ഇങ്ങനെ പോവുക. അതിൽ ഈ കിടക്കുന്ന ഇത്ര വലുപ്പം വേണ്ടെന്നാലും പറയാം, PQRST ഇങ്ങനെയാണ് ECGയുടെ ഒരു വേവിനെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള 0.8 സെക്കൻഡ് കൊണ്ടുള്ള ഈ ഒരു സൈക്കിളിൽ നമ്മൾ റെപ്രസെൻ്റ് PQRST ആണ്. പി എന്ന് പറഞ്ഞാൽ ഏട്രിയത്തിൻ്റെ കോൺട്രാക്ഷനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയത്തെ സൂചിപ്പിക്കുന്നതാണ് പി. QRS എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്. ഈ QRS റെപ്രസെൻ്റ് എന്താണ്? വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പരന്നിട്ട് അങ്ങനെ പൊങ്ങി നിൽക്കുന്നില്ല അല്ലേ. അപ്പോൾ ടിയെ സൂചിപ്പിക്കുന്ന എന്താണ്? റിലാക്സേഷൻ ആണ് അല്ലെങ്കിൽ റീപോളറൈസേഷൻ ഓഫ് ഏട്രിയമാണ് ടി എന്ന ലെറ്ററിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നോർമലി വരേണ്ടത്. ഈ വേവിൽ എന്തെങ്കിലും വേരിയേഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ നിൽക്കുന്ന പി കുറച്ചും കൂടി വലുതായി, അപ്പോൾ ഇത്രയും അങ്ങോട്ട് കോൺട്രാക്ട് ചെയ്തു. അപ്പം ഏട്രിയൽ കോൺട്രാക്ഷൻ മോർ പവർഫുള്ളാണ്, ഈ വാൾവ് തുറക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഈ വാൾവിൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഹാർട്ട് കോൺട്രാക്ഷനിൽ വരുന്ന ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഹാർട്ട് സിസ്റ്റമാറ്റിക് കാർഡിയാക് സൈക്കിളിൽ വരുന്ന കംപ്ലയിൻസ്, അങ്ങനെ ഹാർട്ടിൻ്റെ അബ്നോർമാലിറ്റീസ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു മെത്തേഡാണ് ECG എന്ന് പറയുന്നത്. സോ ECGയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? ടു ഈസിലി ഐഡൻറ്റിഫൈ ദി ഹാർട്ട് ഡിസോർഡേഴ്സ് ആസ് വെൽ ആസ് ഹാർട്ട് കാർഡിയാക് സൈക്കിൾ ഡിസ്മൽഫോർമേഷൻസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ കാർഡിയാക് സൈക്കിളിൽ വരുന്ന ഡിസോർഡേഴ്സ് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ECG. അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വേവ്സ് കൊണ്ടാണ്. അതിന് റെപ്രസെൻ്റ് ലെറ്റേഴ്സാണ് PQRST. P is the represent as depolarization of atrium, QRS represent depolarization of ventricle, T represent repolarization of atrium. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഡോണർ, റെസിപ്പിയൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, വളരെ കൃത്യമായിട്ട് എക്സാമിന് പോവുകയും ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം, സമയം ഉണ്ടെങ്കിൽ ഒരുപാട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് നമ്മൾ കുറച്ച്, ഇപ്പോൾ ചോറൊക്കെ വെന്തോണം നോക്കാൻ വേണ്ടി കുറച്ച് അരി നെക്കി നോക്കാറുണ്ട്. അതുപോലെ ഈ നമ്മൾ പഠിച്ച ഒരുപാട് ബൾക്കായ ടോപ്പിക്കിൽ നിന്ന് വെന്തോണം നോക്കാൻ വേണ്ടി കുറച്ച് വറ്റി നമ്മൾ നെക്കി നോക്കി. അതാണ് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് കോപ്പറേഷൻ.